സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറി വെറും 7 ദിവസമായി. അപ്പോൾ തന്നെ റെക്കോർഡിട്ട ആദ്യ ഭരണ നേട്ടങ്ങളാണ് കരസ്ഥമാക്കുന്നത്. ഇടതുപക്ഷ അംഗങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള PSC കമ്മീഷനിൽ നിന്ന് പോലും സതീശൻ സർക്കാരിന് ഇത്ര പെട്ടെന്ന് അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കാനും വിജയക്കൊടി പാറിക്കാനും സാധിക്കുമെന്ന് രാഷ്ട്രീയ കേരളം കരുതിയതല്ല. എന്നാൽ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലെടുത്ത നിർണായകമായ തീരുമാനം ഇപ്പോൾ PSC ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. UDF സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലെ ശുപാർശ അതേപടി അംഗീകരിച്ചുകൊണ്ട് 289 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSC യോഗം തീരുമാനിച്ച വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ LDF ഭരണകാലത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കാരണം പല വകുപ്പുകളിലും നിയമന നടപടികൾ തടസ്സപ്പെടുകയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകുകയും ചെയ്തിരുന്നു. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി തീരേണ്ടിയിരുന്ന ലിസ്റ്റുകൾക്കാണ് ഈ വലിയ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതുവഴി 30,000-ന് മുകളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 30,845 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ താൽക്കാലികമായി വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റുമാർ, ഫിഷറീസ് അസിസ്റ്റന്റ്, സപ്ലൈകോ അസിസ്റ്റന്റ്, അങ്ങനെ സുപ്രധാനമായ റാങ്ക് ലിസ്റ്റുകളാണ് ഈ നീട്ടലിലൂടെ റദ്ദാകാതെ രക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കാരണം വന്ന അഡ്മിനിസ്ട്രേറ്റീവ് വൈകല്യങ്ങൾ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കാതെ അവർക്ക് അർഹമായ സമയം നീട്ടി നൽകാൻ കാണിച്ച ആർജവം അത് സതീശൻ സർക്കാരിൻ്റെ വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയിടം തുരുത്ത് ഭൂമി വിവാദത്തിലും എറണാകുളത്ത് നിന്നുള്ള മന്ത്രി റോജി എം ജോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു ജനകീയ ഇടപെടലാണ് UDF സർക്കാർ നടത്തിയിരിക്കുന്നത്. മുൻപ് ഒരു സ്വകാര്യ ഭൂമി തർക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുടെ പേരിൽ പിണറായി വിജയൻ സർക്കാർ കൈയൊഴിഞ്ഞ ഒരു വിഷയമായിരുന്നു ഇത്. മുൻപ് 14ഓളം തവണ അവിടെ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നപ്പോഴും പാവപ്പെട്ട ദളിത് കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ യാതൊരു നടപടിയും പിണറായിയോ കൂട്ടരോ എടുത്തിരുന്നുമില്ല. അന്നൊന്നും അനങ്ങാതിരുന്നവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഭരണപക്ഷത്തിനൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ അവിടെ വന്ന് സമരപ്പന്തലിൽ ഇരിക്കുന്നത്. മുൻ വ്യവസായ മന്ത്രി P. രാജീവിനോ ഇടതുപക്ഷ നേതാക്കൾക്കോ ഈ പഴയ ചരിത്രമൊന്നും ഇപ്പോൾ ഓർമ്മയുണ്ടാകില്ല. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നാടകങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് V.D. സതീശനും മന്ത്രിസഭയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. പാവപ്പെട്ട 7 ദളിത് കുടുംബങ്ങളെ പോലീസ് സന്നാഹത്തോടെ ഇറക്കിവിടാൻ നോക്കിയ 15ാമത്തെ കുടിയൊഴിപ്പിക്കൽ ശ്രമം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിലൂടെ ഉടൻ തന്നെ തടയുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത മന്ത്രി റോജി എം ജോൺ ഈ കുടുംബങ്ങളുടെ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ജനറലിന് കൃത്യമായ നിർദ്ദേശം നൽകി. സർക്കാർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് താമസക്കാർക്ക് വേണ്ടി നിയമപരമായ സാവകാശം തേടി. ഇനി കോടതി വിധി എന്തായാലും മലയിടം തുരുത്തിൽ നിന്നും ഒഴിയേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി പൂർണ്ണമായി പുനരധിവസിപ്പിക്കുമെന്നും പാവപ്പെട്ട ആരും തന്നെ വഴിയാധാരമാകില്ല എന്നും UDF സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവനെ തെരുവാധാരമാക്കില്ല എന്ന ഈ വലിയ പ്രഖ്യാപനവും മനുഷ്യത്വപരമായ തീരുമാനവും PSC നിയമനത്തിലെ കാലാവധി നീട്ടുന്നതോടൊപ്പം തന്നെ ഈ UDF സർക്കാരിൻ്റെ റെക്കോർഡ് വേഗതയിലുള്ള മറ്റൊരു വലിയ വിജയം തന്നെയാണ്.